വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാർ ഭരണമേറ്റ് അധികാരം തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. മെയ് 18-ാം തീയതിയായിരുന്നു സത്യപ്രതിജ്ഞ. അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ കൂട്ടത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഉൾപ്പെട്ടു. സണ്ണി ചായൻ ആദ്യം പറഞ്ഞ വകുപ്പ് റവന്യൂ ആയിരുന്നെങ്കിലും വകുപ്പ് വിഭജനം കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയത് തൊട്ടാൽ ഷോക്കടിക്കുന്ന ഇലക്ട്രിസിറ്റി വകുപ്പാണ്, വൈദ്യുതി വകുപ്പ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അച്ചായൻ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുനടക്കും. കാരണം വൈദ്യുതി വകുപ്പിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. താരിഫ് നിശ്ചയിക്കുന്നത് വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയാണ്. പിന്നെ KSEB എന്ന് പറഞ്ഞൊരു സ്വയംഭരണ സ്ഥാപനമാണ്, ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാണ്. അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് മാനേജിംഗ് ഡയറക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഓവർസിയർമാരും ലൈൻമാൻമാരും ഈ പോസ്റ്റിൽ കയറുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഉള്ളിടത്തോളം കാലം അച്ചായന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. പക്ഷേ അച്ചായൻ വളത്തെ കാലെടുത്ത് വെച്ച് വൈദ്യുതി വകുപ്പിൽ കയറിയതിൻ്റെ പുറകെ എന്ത് സംഭവിച്ചു? ഈ നാട്ടിൽ കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിൽ പവർ കട്ട് ഏർപ്പെടുത്തി. പവർ കട്ടെന്ന് വെച്ചാൽ പ്രഖ്യാപിതമായ പവർ കട്ടല്ല, അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്. നമ്മൾ വീട്ടിൽ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കറണ്ട് പോയി പിന്നെ കുറേ നേരത്തേക്ക് നമ്മൾ അന്ധകാരത്തിലായിരിക്കും ചെയ്യും. പക്ഷേ മിക്കവാറും ആളുകളൊക്കെ വീട്ടിൽ ഇൻവെർട്ടർ മേടിച്ചുകൊണ്ട് അത്ര വലിയ ഉപദ്രവമില്ല എന്ന് വെച്ചോളൂ. എന്നാലും വല്ല വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ സംഗതി ഇരിപ്പതാവും. പിന്നെ അതിൻ്റെ റീപ്ലേ കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട്. അങ്ങനെ ചില സ്ഥലത്തൊക്കെ ജനങ്ങൾ കോപാകുലരായി KSEB ഓഫീസ് ആക്രമിച്ചു എന്ന വാർത്തയും ഞാൻ പത്രത്തിൽ വായിച്ചു. പക്ഷേ ഈ KSEB ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്തുകൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. അവരാരുമല്ല ലൈൻ ഓഫ് ചെയ്യുന്നത് ഖജനാവിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫ്യൂസ് തനിയെ പോകുന്നതാണ്, അല്ലെങ്കിൽ ലൈൻ ട്രിപ്പ് ചെയ്ത് പോകുന്നതാണ്. ഏതായാലും അച്ചായൻ്റെ കാലുവർക്കത്ത് ഗംഭീരം എന്ന് പറയാനൊക്കെ നിവൃത്തില്ല. ഞാൻ പറയാൻ വന്നത് സത്യത്തിൽ അതിനെക്കുറിച്ചല്ല. ഈ 2 മാസത്തിലധികമായിട്ട് പുള്ളി KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ പദവി ഒഴിഞ്ഞിട്ടില്ല. പുള്ളിക്ക് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള താല്പര്യം കൂടില്ല. പക്ഷേ വേറൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഏതായാലും പാർട്ടിയിൽ വ്യവസ്ഥയില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കണം, ഒരാളെ നാമനിർദ്ദേശം ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ ഭരണം തന്നെ റെയിലുമ്പോൾ കയറ്റാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് KPCC പ്രസിഡന്റിനെ കണ്ടുപിടിക്കാനുള്ള സമയമൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ പട്ടായയിലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ടേ വന്നിട്ടുള്ളൂ. വന്ന വഴിക്ക് ജന്തർ മന്ദറിൽ പോയി അവിടെ മുഖം കാണിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയുള്ള പുകലും പുക്കാറും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ MLA മാർ കൂറുമാറി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. ചിലരൊക്കെ പാർട്ടി വിട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കും. അതിനിടയ്ക്കാണ് KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി. ഏതായാലും ഒരു പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ ആലോചന തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സണ്ണിച്ചായം പോയ പോക്കിൽ ആ വേക്കൻസിയിൽ പാർട്ടിക്ക് ഒരു പ്രസിഡന്റിന് വേണം. പ്രസിഡന്റ് ആരായാലും മതി, പക്ഷേ ഒരു പ്രസിഡന്റ് വേണം. അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ 2 വേക്കൻസി ഉണ്ട്, AP അനിൽകുമാറിൻ്റെയും അതുപോലെ തന്നെ PC വിഷ്ണുനാഥിൻ്റെയും. AICC സെക്രട്ടറിമാരുടെ 1 വേക്കൻസി ഉണ്ട്, ഒന്നല്ല 2 വേക്കൻസി ഉണ്ട്. ഒന്ന് വിഷ്ണുനാഥിൻ്റെയും മറ്റൊന്ന് റോജി M ജോണിൻ്റെയും. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെയും കണ്ടെത്തേണ്ടതായിട്ടിരിക്കും. OJ ജനീഷ് ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ ഇത്തരം സ്ഥാനങ്ങൾക്ക് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമല്ലാത്തൊരു പ്രോസസ്സാണ് ഇവിടെ നടത്താൻ ബാക്കിയുള്ളത്. കാരണം എന്താ വെച്ചാൽ വെറുതെ KPCCക്ക് ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുക്കാനാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട KPCC മെമ്പർമാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്താൽ മതി. പക്ഷേ അത് പാർട്ടിയിൽ സാധ്യമല്ല. പാർട്ടി ഭരണഘടനയിലെ വകുപ്പില്ല. PCC പ്രസിഡന്റ് തിരഞ്ഞെടുക്കണമെങ്കിൽ അത് എന്താണ് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ കൈവപ്പുള്ള ആളായിരിക്കണം. കൈവപ്പ് ആർക്കാണെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, സാമുദായിക ചേരിയിലൂടെ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും പ്രസിഡന്റ് വരാൻ സാധ്യത. കാരണം സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് സിറിയൻ കത്തോലിക്കനാണ്. പുതുതായിട്ട് വരുന്ന ആൾ സിറിയൻ അല്ലെങ്കിൽ ലാറ്റിനെങ്കിലും ആയിരിക്കണം. ക്രിസ്ത്യൻ വിഭാഗത്തിന് പുറത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മതേതര മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ആരായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് KPCC പ്രസിഡന്റ് ആകാൻ അദമ്യമായ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നതല്ല. ഇനി പട്ടിക വിഭാഗത്തിൽ നിന്നൊരു പ്രസിഡന്റ് വേണം. മല്ലികാർജ്ജുൻ ഖാർഗെ പട്ടികക്കാരനാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പട്ടികക്കാരൻ വന്നത് നന്നായിരിക്കും എന്നാണെങ്കിൽ കൊടിക്കുന്നിലേക്കാൾ സാധ്യത പന്തള സുധാകരനാണ്. കാരണം പന്തള സുധാകരൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ്. പുള്ളിയുടെ അച്ഛനും അമ്മയും പട്ടിക സമുദായക്കാർ തന്നെയാണ്, സുരേഷിൻ്റെ പോലെയല്ല. അപ്പോൾ പന്തള സുധാകരനോട് സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി അങ്ങനെ PCC പ്രസിഡന്റ് സ്ഥാനത്തൊന്നും ജാതീയമായ സംവരണം നടപ്പാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നായിരിക്കും ഒരു പ്രസിഡന്റ് വരാൻ സാധ്യത. അതിന് പ്രധാനമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്
ബെന്നി ബെഹ്റാൻ്റെ പേരാണ്. പിന്നെ ജോസഫ് വാഴക്കൻ്റെ പേരാണ്. ബെന്നി ബെഹ്റാൻ തന്നെയുള്ള ആളാണ്, നട്ടലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനഭിമതനാകാനാണ് സാധ്യത. പുള്ളി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇമേജ്. വാഴക്കനാണെങ്കിൽ കുറച്ചുകൂടി ഒരു ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് വരുന്ന ആളാണ്. ആളുകളുമായിട്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് കൊണ്ടുവരണം എന്ന് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് വാഴക്കനായിരിക്കും ജനങ്ങളുടെ ഇടയിൽ ഒരു ഇത് എന്താണ് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി, അല്ലെങ്കിൽ ഒരു ജനഹിത പരിശോധന നടത്തി കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത്. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റിയില്ല. ആരും പ്രസിഡൻ്റാകാം. ആരും പ്രസിഡൻ്റായാലും വലിയ വ്യത്യാസമൊന്നും വരില്ല എന്ന് കോൺഗ്രസ്സുകാർക്കും അറിയാം, നമുക്കും അറിയാം. എന്നാലും ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളെങ്കിലും ഒരാൾ PCC പ്രസിഡൻ്റാണ് എന്ന് പറയുന്നത് നടക്കുന്നതാണ്, നമുക്കൊരു അവസരം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ജയ് ഹിന്ദ്.